കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഉപ്പള സ്റ്റേഷന് പുതുതായി നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മം എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. നിർവഹിച്ചു. This news sponsored by Yenappoya Speciality Hospital, Kodiyalbayal, Mangalore. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ഉപ്പള സ്റ്റേഷന് ആധുനിക രീതിയിൽ നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എ.കെ.എം. അഷ്റഫ് എം.എൽ.എയുടെ അധ്യക്ഷതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. 3 പുതിയ ഫയർ സ്റ്റേഷനുകൾ കൂടി ഇന്ന് പ്രവർത്തനം ആരംഭിക്കുക. ഇതോടെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ സംസ്ഥാനത്ത് അനുവദിച്ച പുതിയ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകളുടെ എണ്ണം 12ആയി. കേരളത്തിലെ ആകെ സ്റ്റേഷനുകളുടെ എണ്ണം 132ആയി വർദ്ധിക്കുകയും. ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മം എ.കെ.എം. അഷ്റഫ് എം.എൽ.എ. നിർവഹിച്ചു. പലപ്പോഴും നമുക്കറിയാം, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ ആദ്യത്തെ കോള് വിളിക്കുന്നത് ഫയർ സ്റ്റേഷനിലേക്കാണ്. അത് ചെറുതാകട്ടെ വലുതാകട്ടെ അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവർ ചെയ്യുന്ന സേവനങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ ഞങ്ങളുടെ ജീവിത പ്രയാണത്തിൽ എപ്പോഴും കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ ഒരു പ്രാവശ്യം എം.എൽ.എ. ആയി ഞാൻ അമ്പാറിലെ ആ കേന്ദ്രത്തിലേക്ക് വിസിറ്റ് ചെയ്തപ്പോൾ ഇത്രമാത്രം നാടിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുന്ന അവരേറ്റവും പ്രയാസപ്പെടുന്ന അവർക്ക് നന്നായി ഒന്ന് കിടന്നിറങ്ങാനോ ഒന്ന് ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്ത ആ ഓഫീസിൻ്റെ ദുരവസ്ഥ കണ്ടപ്പോൾ ഞാനന്ന് ചർച്ച ചെയ്ത് എൻ്റെ ബജറ്റിലേക്ക് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഈ കെട്ടിടം പൂർത്തിയാകുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2024-25 വർഷത്തെ ബജറ്റ് വിഹിതത്തിൽ 1.50 കോടി രൂപ അനുവദിച്ചുകൊണ്ടാണ് 396 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ കെട്ടിടം പണി കഴിപ്പിച്ചത്. കാലങ്ങളായി അമ്പാറിലെ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഫയർ സ്റ്റേഷന് സോങ്കാൽ പ്രതാപ് നഗറിലാണ് സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചത്. ചടങ്ങിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാൾ IPS സ്വാഗതം പറഞ്ഞു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈഫുള്ള തങ്ങൾ, മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഗോൾഡൻ അബ്ദുൾ റഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ ഇർഫാന ഇക്ബാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസീസ് മെരിക്കെ, വയന്തുമയ്യ, ഷിജു, MR രതീഷ്, വിജയ് റെയ്, ജയരാമ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.